because here in London reference is must, guys. ഇത് കാരണം എപ്പോഴും ഒരേ കാര്യം തന്നെ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കുമല്ലോ. If you have an intuition like, okay, this will help me to grow. Hello guys, welcome back to my YouTube channel Sarah Says So. അപ്പോൾ ഞാൻ നിങ്ങളോട് ഞാനിവിടെ സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോൾ ഉള്ള എൻ്റെ ലൈഫ് എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് സ്റ്റുഡൻറ്റ് വെൽബീയിങ് വോളണ്ടിയറിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളൊരു സ്റ്റോറിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഐ വാസ് തിങ്കിങ് വാട്ട് കണ്ടന്റ് ഐ വിൽ മേക്ക്, ലൈക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നപ്പോൾ ഐ വാസ് ലൈക്ക്, യു ഡു ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പൻ ഇൻ യുവർ ലൈഫ്, ജസ്റ്റ് ഷെയർ ഇറ്റ്. ഇഫ് ഇറ്റ്സ് ഗുഡ് ഫോർ അതേഴ്സ്, ജസ്റ്റ് ഷെയർ ഇറ്റ്. അങ്ങനെയാണ് ഞാൻ ഓക്കെ വൈ നോട്ട് ദിസ് എന്ന് ചിന്തിച്ചത്. ബിക്കോസ് ഞാൻ ഇവിടെ ഫസ്റ്റ് ലൈക്ക് ലണ്ടനിൽ ഫസ്റ്റ് വരുന്നത് 2023 സെപ്റ്റംബറിലാണ്. സോ വരുമ്പോൾ ഐ had many things going on which is different. We'll keep it aside for now. Okay, അപ്പം അങ്ങനെ വന്ന് ഇവിടെ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തു ആൻഡ് ഐ വാസ് ലൈക്ക് ഡിപ്രസ്ഡ്. അങ്ങനെ എൻ്റെ കോളേജ് ലൈഫ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പാർട്ട് ടൈമായിട്ട് കുറേ ജോലി തപ്പിക്കൊണ്ടിരിക്കുമായിരുന്നു. കാരണം ഇവിടെ ഇറ്റ്സ് എക്സ്പെൻസീവ്. അപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ട് പൈസ വേണമല്ലോ. ഓഫ് കോഴ്സ് ഒരു സർവൈവലിന് ഒരു ജോലി വേണം എന്നുള്ള ഇതിൽ ഐ സ്റ്റാർട്ടഡ് ടു ലുക്ക് ഫോർ പാർട്ട് ടൈം ജോബ്സ് എവ്രിവെയർ. അപ്പോൾ ഞാൻ ഓരോ കടകളിൽ പോയിട്ട് ചോദിക്കും ആൾക്കാരുടെ ജോലിയുണ്ടോ, എന്തെങ്കിലും ജോലിയുണ്ടോ, ഒരു പാർട്ട് ടൈം ജോലി തരാനുണ്ടോ എന്ന് ചോദിക്കും. അതേപോലെ തന്നെ ലിങ്ക്ഡ്ഇൻ, ഇൻഡീഡ് എല്ലാ ആപ്പിലും കയറി കൃത്യന്ന് അപ്ലൈ ചെയ്യും. പക്ഷേ the answer is always the same. ഇപ്പം നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് 20 hours ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ വീക്ക്ലി. അങ്ങനെയുള്ളപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ they won't give jobs because they want people who do full time jobs. I don't know, it was so hard. അപ്പോൾ I was struggling. അങ്ങനെയുള്ളപ്പോഴത്തേക്കും ജോലിയൊന്നും കിട്ടുന്നില്ല, എപ്പോഴും സെയിം റിപ്ലൈ. അൺഫോർച്ചുനേറ്റ്ലി we regret to inform you, ഇത് തന്നെയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ചിരുന്ന സമയത്താണ് ഗൈസ് ഞാൻ ചുമ്മാ ഒരു ദിവസം ഇങ്ങനെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും somebody came behind and just asked me, hello, how are you doing today? I said good. Would you like to join me for a well-being walk? I was like, what is well-being walk now? Then I just said, okay, I'll try it out. ഒരു വട്ടം പോയി നോക്കുന്നതിന് എന്താണ് പ്രശ്നം, എന്തായാലും ഞാനിവിടെ ഉണ്ട്. It's just a 15 to 20 minutes walk around the campus. Why not? And it's a group of students. Appo I thought, okay, I'll get to meet people. Allanundengil I wanted to try it out. Endana nokkan vedittu I said, yes, I'll come, I'll join. Angane njan first day poyappathekkum I was like, okay, it didn't make a big difference and all. I was like, fine. Adu kazhinjappathekkum next week സെയിം ഇത് ഞാൻ എല്ലാ ട്യൂസ്ഡേ ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ട്യൂസ്ഡേയും എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഇറ്റ് വാസ് ഈസി ഫോർ മീ, അതിന് വേണ്ടിയിട്ട് പ്രത്യേകം വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഐ തോട്ട് വൈ നോട്ട്. അങ്ങനെ ഞാൻ നെക്സ്റ്റ് ട്യൂസ്ഡേയും അതിന് ജോയിൻ ചെയ്തു. അപ്പം ആ ട്യൂസ്ഡേ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും ദേ വർ ഹാവിങ് ഫ്യൂ ആക്ടിവിറ്റീസ് ലൈക്ക് നമ്മളെ പറ്റി എന്തെങ്കിലും പറയുക, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഐ ഫെൽറ്റ് ദാറ്റ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ബിക്കോസ് ഓക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നൊരു ഫീലാണ് എനിക്ക് വന്നത്. കാരണം പല കോഴ്സിൽ നിന്നും സ്റ്റുഡൻസ് ഉണ്ട്. സോ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഐ തോട്ട് ഓക്കെ, ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ നെറ്റ്വർക്കിംഗ്. അങ്ങനെയാണ് ഞാനിതിൽ കൺസിസ്റ്റൻ്റ് ആവുന്നത്. ഐ യൂസ് ടു കം എവറി ട്യൂസ്ഡേ. ഫസ്റ്റ് ടേമിൽ എനിക്ക് ട്യൂസ്ഡേസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാ ട്യൂസ്ഡേയും വരുമ്പോൾ ഐ യൂസ് ടു അറ്റൻഡ് വെൽബീയിങ് വർക്ക്. അങ്ങനെ പതുക്കെ ഇത് നടത്തുന്ന ആൾക്കാരുടെ ഞാൻ നല്ല കമ്പനിയായി. അപ്പോഴത്തേക്കും they just asked me, there is an option to do a volunteering job, like volunteering ഒരു പൊസിഷൻ ഉണ്ട്. If you want, you can apply for that, but it's not a paid one. That is one another thing. But എനിക്കത് പൊതുവെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് I said I'll give a try. അപ്ലൈ ചെയ്തു. I got selected. അങ്ങനെ ഞാൻ പതുക്കെ they gave me few jobs to do. നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുക്ക പറഞ്ഞ് just ask them to join us. അതായിരുന്നു എൻ്റെ ജോലി. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ജോലി, ടു ഗെറ്റ് പീപ്പിൾ ഇൻ, ടു ലെറ്റ് പീപ്പിൾ നോ വി ഡു ഹാവ് സംതിങ് ലൈക്ക് എ കമ്മ്യൂണിറ്റി ലൈക്ക് ദിസ് ഇൻ അവർ ക്യാമ്പസ്. ആൻഡ് ഐ ഡിഡ് ദാറ്റ് ക്വൈറ്റ് വെൽ ഐ ഗെസ്, ബിക്കോസ് ഇറ്റ് വാസ് ഗുഡ്. ഒരു ടൈമിൽ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സ് എന്നെ വെൽബീയിങ് ഗേൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് മെയ്ഡ് ആൻ ഇമ്പാക്ട്. അപ്പോഴത്തേക്കും ഞാൻ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ഈവൻ ദോ ഐ ഡിഡ്ന്റ്, സെക്കൻഡ് ടേമിൽ എനിക്ക് ട്യൂസ്ഡേ ക്ലാസ് ഇല്ല, എന്നിട്ട് കൂടിയും
ഐ കെയിം ഓൺലി ടു ഡു വെൽബീയിങ് വർക്ക് യുനോ. അതെനിക്ക് എക്സ്പെൻസ് ആണ്. ഇപ്പോൾ ക്ലാസ് ഇല്ല, വേറെ പർപ്പസ് ഇല്ലാതെ ഇവിടെ വരുന്നത് എനിക്ക് എക്സ്പെൻസ് ആണ്, അത്രയും ട്രാവൽ എക്സ്പെൻസ് ആണ്. പക്ഷെ എന്നിട്ട് കൂടിയും എനിക്ക് വീട്ടിലിരുന്ന്, ഞാൻ അപ്പോഴും ജോബിനൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും സ്ട്രെസ്സിലിരിക്കുമ്പോൾ ദിസ് വാസ് ഒരു സ്ട്രെസ് ബേസ്റ്റർ ഫോർ മീ. മനസ്സിലായോ? യു ആർ സ്പെൻഡിങ് മണി ഓൺ തിങ്സ് വിച്ച് ഇസ് അൺനെസസറി, വൈ നോട്ട് ഓൺ ദിസ്? അങ്ങനെ ഞാൻ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. പതുക്കെ ഞാൻ എവറി തേഴ്സ്ഡേ ഓൾസോ ഐ യൂസ് കം, ബിക്കോസ് തേഴ്സ്ഡേ ഐ ഹാഡ് ക്ലാസ് ഇൻ സെക്കൻഡ് ടേം. ട്യൂസ്ഡേക്ക് പകരം തേഴ്സ്ഡേ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പതുക്കെ സ്ട്രെച്ചിങ്ങും തുടങ്ങി, ബിക്കോസ് ഐ യൂസ് ടു അറ്റൻഡ് ദ ക്ലാസ്. അങ്ങനെ അതും എനിക്ക് പേഴ്സണലി ഇറ്റ് ഹെൽപ്പ് മീ എ ലോട്ട്. എനിക്ക് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഓക്കെ, ഐ ഹാവ് ഡൺ സംതിങ് റാദർ ദാൻ സ്റ്റേയിങ് ഇൻ റൂം ഡൂയിങ് നത്തിങ്, ഓവർ തിങ്കിങ്. അതൊന്നും ഇല്ലാതെ ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് ചെയ്തു, എനിക്ക് കുറച്ച് പീസ് തരുന്ന എന്തെങ്കിലും ഒരു കാര്യം ഐ ട്രൈ ടു ഡു ദാറ്റ് എന്നുള്ളൊരു സമാധാനം എനിക്കപ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത്. പതുക്കെ സെക്കൻഡ് ടൈം കഴിഞ്ഞ് തേർഡ് ടൈം എത്താറായപ്പോഴത്തേക്ക് ദേ ആസ്ക് മീ, ക്യാൻ യു കണ്ടക്ട് എ സെഷൻ ബൈ യുവർ സെൽഫ്, ലൈക്ക് എന്തെങ്കിലും ഒരു സെഷൻ. ഐ യൂസ് ടു മെഡിറ്റേറ്റ് ബാക്ക് ഇൻ 2020 and I still do sometimes, but ഞാൻ നോട്ട് മെഡിറ്റേഷൻ ഇൻ ദ സെൻസ് ലൈക്ക് അങ്ങനെ ഇരുന്ന് ചെയ്യുന്നതല്ല, ഞാൻ ഗൈഡഡ് മെഡിറ്റേഷൻ ഇട്ട് ഐ ലെറ്റ് മൈ സെൽഫ് റിലാക്സ്. അപ്പം അതിൽ നിന്ന് എനിക്ക് പേഴ്സണലി ഐ ഫെൽറ്റ് ഓക്കെ ദാറ്റ് ഈസ് യൂസ്ഫുൾ, സോ വൈ നോട്ട് ട്രൈ ഇറ്റ് വിത്ത് പീപ്പിൾ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ സെഡ് ഓക്കെ ഐ ക്യാൻ ട്രൈ ദിസ്, നമുക്കൊരു പുതിയ സെഷൻ തുടങ്ങാം. നിങ്ങൾ വേറെ എനിക്കപ്പം, ബിക്കോസ് ഐ ആം നോട്ട് ക്വാളിഫൈഡ് ഓർ ട്രെയിൻഡ് ഓർ എനിക്ക് വേറെ ഒരു ഇതും ഇല്ല. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പ്ലേ സം ഗൈഡഡ് മെഡിറ്റേഷൻ ആൻഡ് ജസ്റ്റ് ബി വിത്ത് ദം. അവർക്ക് അതിനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുക, റൂം അറേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ എന്താണെന്നുള്ളത് അവരുടെ ID സ്കാൻ ചെയ്ത് അവർ എത്ര പേര് കൺസിസ്റ്റൻ്റ് ആവുന്നുണ്ട്, അത് അവർക്ക് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക. അതൊക്കെയായിരുന്നു എൻ്റെ അപ്പോഴത്തെ മെയിൻ ജോബ്. Some people have feelings this won't work, or some people had never tried this out, so we should give some time to adjust. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ, ഗിവ് മീ ഫ്യൂ വീക്സ്, ഐ വിൽ ട്രൈ വിത്ത് ദിസ്, if it's going good we can continue, and they were okay with that. And still it's not a paid job, but it was giving me satisfaction, so I did it, guys. ആദ്യം എൻ്റെ ഫ്രണ്ട്സ് സർക്കിൾ ഉള്ളവരെ ഞാൻ പറഞ്ഞു ഓക്കെ ഐ എം ഗോണ, അവരോടാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു ഞാൻ ഇങ്ങനൊരു സംഭവം ഞാൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അവരോട് ഞങ്ങൾ ഫുൾ സപ്പോർട്ട്, ഞങ്ങൾ എന്തായാലും ജോയിൻ ചെയ്തിരിക്കും. ഫസ്റ്റ് ഫ്യൂ വീക്സ് വാസ് വെരി ഡിഫിക്കൾട്ട്. കുറേ സമയത്തൊന്നും ആരും ഉണ്ടായിട്ടില്ല, ലൈക്ക് മേ ബി 2 or 3 അത്രേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ പതുക്കെ ഞങ്ങൾ എന്താ പറയുക, ദേ അപ്രൂവ്ഡ് ഇറ്റ്. മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാം. ഐ വാസ് ഹാൻഡ്ലിങ് ദാറ്റ് ആൻഡ് quite few sessions I had handled till I was a student. കാരണം ഞാൻ തേർഡ് ടൈമിലായിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പ്രപ്പോസൽ വരുന്നത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇറ്റ് വാസ് ഗുഡ്. സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ഓൺ. ഇപ്പോഴും അത്, കാരണം ഞാൻ ഇപ്പം സ്റ്റുഡൻ്റ് അല്ല, ബട്ട് സ്റ്റിൽ ഐ എം പാർട്ട് ഓഫ് ദ ആക്റ്റീവ് ക്യാമ്പസ് ടീം. ഈ ടൈമിലൊക്കെ എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ കുറേ പേരുണ്ടായിരുന്നു. അത് ഫ്രണ്ട്സ് ആണോ അതോ ലൈക്ക് ഐ ഡോണ്ട് നോ whether to call them friends or not, but they used to ask me, why you are wasting your money on this, like why you are coming for this without getting paid? And I used to tell them, എനിക്ക് ഇതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, ഞാൻ ഇതിൽ ഹാപ്പിയാണ്. ഒന്നും ചെയ്യാതെ ഞാൻ വീട്ടിൽ റൂമിലിരുന്ന് ഡിപ്രസ്ഡ് ആയി സാഡായി നെഗ് അടിക്കുന്നതിൽ ഏറ്റവും നല്ലത് അറ്റ്ലീസ്റ്റ് ഐ എം ഡൂയിങ് സംതിങ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്, ബട്ട് ട്രാവൽ കോസ്റ്റ് മാത്രമാണ് വരുന്നത്. അവർ എന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂണിയിൽ വന്നിട്ട് എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല, അപ്പം പിന്നെ എന്തിനാണ് നീ വരുന്നതെന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം. വിച്ച് ഈസ് വാലിഡ് ഇൻ മേ ബി ദെയർ പോയിന്റ് ഓഫ് വ്യൂ, ബട്ട് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്കും ദിസ് ഗേവ് മീ മോർ സാറ്റിസ്ഫാക്ഷൻ റാദർ ദാൻ സേവിങ് മണി ഓർ സ്റ്റേയിങ് ഇൻ റൂം. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. എൻ്റെ I was so sad that I had to leave volunteering, because എപ്പോഴും വോളണ്ടിയറിങ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല, even though that helps me. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി നീഡ് ജോബ്, റൈറ്റ്? യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് ജോബ് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഐ എം ട്രാപ്ഡ്. They just asked me, what happened? You're looking so sad. Are you okay? And I'm like, no, nothing is fine. I'm looking for a job since I came here and I can't find any. That was the case when I was student. It's fine. But now I'm like, it's really affecting me. Like, I'm going to complete my studies soon and I haven't found any job. They just said, if you want some referral or something, just let us know, we will do that. ഏത് ഒരു ജോലിക്ക് കയറാനാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ദേ വിൽ ലുക്ക് ഫോർ റെഫറൻസ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുഡ്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ വന്നിട്ട് നെറ്റ്വർക്കിംഗ് ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്.
I'm not saying it's only networking or reference. Skills do work, it's sure, but it helps a lot in different ways. അപ്പോൾ അങ്ങനെ ആ കോൺവെർസേഷനെല്ലാം കഴിഞ്ഞു എൻ്റെ കോഴ്സ് ഒഫീഷ്യലി കംപ്ലീറ്റഡ് ആയി. ആൻഡ് ഗൈസ്, ഐ ഷുഡ് സേ ദിസ്, ഇറ്റ് ഹെൽപ്പ് മീ ഇൻ എ ലോട്ട് ഓഫ് വേസ്. ലൈക്ക് എനിക്കിപ്പോൾ പെട്ടെന്നൊരു സ്ട്രേഞ്ചറിൻ്റെ അടുക്ക്, ഇപ്പോൾ എനിക്ക് അവിടെ പഠിക്കുന്ന എല്ലാവരെയും അറിയത്തില്ല, ഓഫ് കോഴ്സ്. ട്യൂസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ, ഈ 3 ദിവസം പോകുന്ന വഴിക്ക് കാണുന്നവരോടൊക്കെ ആസ്കിങ് ദം, ജസ്റ്റ് ഒരു സ്ട്രേഞ്ചറിൻ്റെ മുമ്പിൽ പോയിട്ട് ഐ എം ജസ്റ്റ് ആസ്കിങ് ദം, വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ് ഫോർ എ വെൽബീയിങ് വാക്ക്, ഓർ വുഡ് യു ലൈക്ക് ടു ജോയിൻ അസ് ഫോർ എ സ്ട്രെച്ചിങ്. അങ്ങനെ ചോദിച്ച് ഞാൻ ഇവിടുത്തെ എന്താ പറയുക, ചുമ്മാ ഇരിക്കുന്ന ആളെ കണ്ടാലും ഞാൻ അപ്പോൾ ഓടിപ്പോയി ചോദിക്കും, ആർ യു ഫ്രീ, വുഡ് യു ലൈക്ക് ടു ജോയിൻ. അങ്ങനെ അതെനിക്ക് ഇറ്റ് ഗേവ് മീ കോൺഫിഡൻസ്. പെട്ടെന്ന് ഒരാളെ കണ്ടുപോയി അയാൾ അപ്രോച്ച് ചെയ്യുക എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഇതിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. മുമ്പ് ഡ്യൂറിങ് കോവിഡ് ടൈംസ്, ഓഫ് കോഴ്സ് നോ വൺ വാസ് ഹാവിങ് സോഷ്യൽ ലൈഫ് ആൻഡ് ഇറ്റ് എഫക്റ്റഡ് മീ അ ലോട്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ എന്നെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ. സോ യാ, ഇങ്ങനെയാണ് ഞാൻ സ്റ്റുഡൻറ്റ് വെൽബീയിങ് വോളണ്ടിയർ ആയത്. എനിക്കൊരു ജോലി ഇല്ലാതിരുന്ന സമയത്ത്, ഞാൻ ടെൻഷൻ അടിച്ച് സ്ട്രെസ്സായി കരഞ്ഞ് നിലവിളിച്ചിരുന്ന സമയത്ത്, ചുമ്മാ എവിടുന്നോ വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഞാൻ ആ ഓപ്പർച്യൂണിറ്റി വിട്ട് കളയാൻ ആഗ്രഹിക്കാനതുകൊണ്ട് ഞാനത് പിടിച്ചു ഗൈസ്. ആൻഡ് യെസ്, ഞാൻ ആ ഒരു വെൽബീയിങ് വോളണ്ടിയർ, അതായത് ആക്റ്റീവ് ക്യാമ്പസ് സ്റ്റുഡൻറ്റ് വെൽബീയിങ് വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് എനിക്കുണ്ടായ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത് ഇസ് ആക്ച്വലി ഗുഡ്. ബിക്കോസ് എനിക്ക് കോഴ്സ് കഴിഞ്ഞ ഉടനെ ഐ ഗോട്ട് എ ഗ്രാജുവേറ്റ് ജോബ് ആൻഡ് ഐ എം വർക്കിംഗ് വിത്ത് പീപ്പിൾ ഹൂ ഐ യൂസ് ടു വർക്ക് വിത്ത്. സോ ഇപ്പോഴും ഞാൻ ആക്റ്റീവ് ക്യാമ്പസിൻ്റെ ഒരു ഭാഗമാണ്. എനിക്ക് സമയം കിട്ടുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ടുള്ളപ്പോഴോ ഐ ഡു ഗോ ഫോർ ദ സെഷൻസ്. ഇതാണ് എൻ്റെ സ്റ്റോറി. ഞാൻ എങ്ങനെയാണ് സ്റ്റുഡൻറ്റ് വോളണ്ടിയർ ആയത്, ഇപ്പോഴും എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഞാനത് വിടാതെ കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ള സ്റ്റോറിയാണിത്. സോ ഗൈസ്, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വരുവാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ഐദർ ഇറ്റ് ക്യാൻ ബി എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഓർ എ ലെസൺ ഫോർ യു ടു ലേൺ. അപ്പോൾ എല്ലാത്തിൻ്റെയും പുറകിലൊരു പേർപ്പസ് ഉണ്ടാവും. ജസ്റ്റ് ട്രൈ ഇറ്റ്, നത്തിങ് ഈസ് ഗോണ ഹാപ്പൻ. നമുക്ക് ഇപ്പോൾ ഒരു കാര്യം, ഐ എം നോട്ട് സേയിങ് ടു ടേക്ക് ഇമ്പൾസീവ് ഡിസിഷൻസ്, ബട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനൊന്നും നമുക്ക് ഒരു കോസ്റ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അന്ന് ആ ഒരു വോക്കിന് പോയത് കൊണ്ട് എനിക്കുണ്ടായത്, ഐ ഗോട്ട് ലെസൺസ്, ഐ ഗോട്ട് ബെനഫിറ്റ്സ്, എനിക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഐ എം നോട്ട് സേയിങ് ഇറ്റ് ഓൺലി brings good side, no, but yeah, definitely you will grow with that. So yes, try out new things, enjoy your life and make yourself priority, okay? And try to find happiness in small things, because നമ്മൾ അത് കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും നടക്കാനുള്ളതൊക്കെ പുറകിൽ നടന്നുകൊണ്ടിരിക്കും. സോ വാട്ട് വി ക്യാൻ ഡു ടു മേക്ക് അവർ സെൽഫ് എ ബിറ്റ് ഔട്ട് ഓഫ് സ്ട്രെസ് ഇസ് ഫൈൻഡിങ് ഹാപ്പിനെസ് ഇൻ സ്മോൾ തിങ്സ്. ശ്രദ്ധിക്കാൻ പറ്റുന്ന സമയത്ത് മാക്സിമം ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യുക. സെയിം ലൈക്ക് ഐ ഡിഡ് വിത്ത് വെൽബീയിങ് വർക്ക്സ്, ബിക്കോസ് ഐ ഹാവ് ടോൾഡ് ഓൾറെഡി ഐ വാസ് ഡീമോട്ടിവേറ്റഡ്, ബട്ട് സ്റ്റിൽ എനിക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, ഇറ്റ്സ് ഗോണ ഹെൽപ്പ് മീ ടു ഗ്രോ, ആൻഡ് ഇറ്റ് ഡിഡ്. സോ യെസ്, that's all for today and for this vlog. വീണ്ടും ഒരു വ്ലോഗുമായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.